ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജീസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് നോക്കാം. ഇപ്പം നമ്മളുടെ ഒരു നെറ്റ്വർക്കിൽ നോഡുകൾ, അതായത് കമ്പ്യൂട്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു രീതി ഉണ്ടായിരിക്കും. ഫിസിക്കലി എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫിസിക്കൽ ഇൻ്റർ കണക്ഷനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജിയുടെ ഡെഫിനിഷൻ ഇവിടെ പറയുന്നുണ്ട്: ദ വേ ഇൻ വിച്ച് ദ നോഡ്സ് ആർ ഫിസിക്കലി ഇൻ്റർ കണക്റ്റഡ് ടു ഫോം എ നെറ്റ്വർക്ക് ഈസ് കോൾഡ് എ ടോപ്പോളജി. അതായത് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നോഡുകളും അല്ലെങ്കിൽ ഓരോ കമ്പ്യൂട്ടേഴ്സും ഫിസിക്കലി എങ്ങനെ ഇൻ്റർ കണക്റ്റ് ചെയ്തിരിക്കുന്നു, ആ ഒരു ഫിസിക്കൽ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എത്ര ടൈപ്പ് ടോപ്പോളജീസ് ഉണ്ട് എന്ന് നോക്കാം. 4 ടോപ്പോളജീസ് ആണുള്ളത്: ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി. എളുപ്പമാണ്, 4 പേരുകൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അത് എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിക്കാണ് നമ്മളത് പഠിക്കേണ്ടത്. അപ്പോൾ ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഓരോന്നും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എടുക്കുക, ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജിയുടെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു ബസ് ഉണ്ട് അല്ലേ, ഒരു കേബിൾ ഉണ്ട്, നേരെയുള്ള ഒരു കേബിൾ, അതിനെ ബസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ 2 അറ്റങ്ങൾ ടെർമിനേറ്റേഴ്സാണ്, അതായത് എൻഡ്, അതാണ് 2 അറ്റങ്ങളും. അപ്പോൾ ഈ ഒരു ബസ്സിലൂടെ നമ്മൾ എന്താണ്, ഓരോ കമ്പ്യൂട്ടേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ലെഫ്റ്റ് 2 എണ്ണം ഉണ്ട്, അതിന് തൊട്ട് പിറകെ 1 എണ്ണം ഉണ്ട്, പിന്നെ 1 എണ്ണം ഉണ്ട്, പിന്നെ 2 എണ്ണം ഉണ്ട്, പിന്നെ 2 എണ്ണം ഉണ്ട്. അങ്ങനെ ആ ഒരു ബസ്സിലേക്ക് കുറച്ച് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഒരു ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്? അതായത് ബസ് ടോപ്പോളജിയിൽ നമ്മൾ ഒരു മെയിൻ കേബിളുമായിട്ടാണ് എല്ലാ നോഡുകളും കണക്ട് ചെയ്യുന്നത്. ആ മെയിൻ കേബിളിനെ പറയുന്ന പേരാണ് ബസ്. എന്താ പറഞ്ഞത്? ബസ് ടോപ്പോളജിയിൽ ഓരോ നോഡുകളും ഒരു മെയിൻ കേബിളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ കേബിളിനെ പറയുന്ന പേരാണ് ബസ്. രണ്ടാമത്തെ കാര്യം, ഒരു നോഡ് മറ്റൊരു നോഡിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് ഈ ബസ് വഴിയായിരിക്കും ട്രാവൽ ചെയ്യുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കമ്പ്യൂട്ടർ റൈറ്റ് സൈഡിലെ അറ്റത്തെ കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുകയാണ്. ഇതിലൂടെയാണ് പോവുക? ഈ ബസ്സിലൂടെ ആയിരിക്കും അത് പോകുന്നത്. പിന്നെ ഒരു നോഡ് വേറൊരു നോഡിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് ബസ്സിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ നോഡും ചെക്ക് ചെയ്യും എവിടെയാണ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് ചെക്ക് ചെയ്തിട്ട് ഏത് നോഡാണോ ഡെസ്റ്റിനേഷൻ അവിടേക്കാണ് ആ ഡാറ്റേനെ ബസ് കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബസ് ടോപ്പോളജി വർക്ക് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ബസ് ടോപ്പോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഈസി ടു ഇൻസ്റ്റാൾ. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. പിന്നെ റിക്വയേഴ്സ് ലെസ് കേബിൾ ലെങ്ത് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ് അല്ലേ. നമുക്ക് ബസ് ടോപ്പോളജിയിൽ കേബിൾ ലെങ്ത്ത് വളരെ ചെറുതായിരിക്കും അല്ലേ, ലെങ്ത്ത് വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഫെയിലിയേഴ്സ് ഓഫ് എ നോഡ് ഡസ് നോട്ട് എഫക്ട് ദ നെറ്റ്വർക്ക്. ഇപ്പോൾ ഈ ഒരു ബസ് ടോപ്പോളജിയിൽ ഒരു നോഡ്, അതായത് ഒരു കമ്പ്യൂട്ടർ കേടായിപ്പോയി എന്ന് വെച്ചാൽ ആ ബസ് ടോപ്പോളജീനെ അത് എഫക്റ്റ് ചെയ്യൂ? ഇല്ല. ഒരു നോഡ് അവിടെ നശിച്ചു പോയാൽ പോലും അല്ലെങ്കിൽ ഫെയിലിയർ ആയാൽ പോലും നമ്മളുടെ ഒരു എൻറ്റയർ ആ ഒരു ബസ് ടോപ്പോളജീനെ അത് എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ആ നോഡ് കേടായാൽ അത് കേടായ അത്രയേ ഉള്ളൂ. പിന്നെ പറയുന്നത് ഫെയിലിയർ ഓഫ് കേബിൾ, അതായത് ബസ് ഓർ ടെർമിനേറ്റർ ലീഡ്സ് ടു എ ബ്രേക്ക് ഡൗൺ ഓഫ് ദി എൻറ്റയർ നെറ്റ്വർക്ക്. എപ്പോഴാണ് നമ്മുടെ നെറ്റ്വർക്ക് അവിടെ ഫുൾ ഫെയിലിയർ ആയി പോകുന്നത്? നമ്മുടെ ബസ്സിനോ അതോ ടെർമിനേറ്ററിനോ എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ടോപ്പോളജി അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിനെ അത് ബാധിക്കും. പിന്നെ പറയുന്നത് ഫോൾട്ട് ഡയഗ്നോസിസ് ഈസ് ഡിഫിക്കൾട്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ബസ് ടോപ്പോളജിയിൽ ബസ്സിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ തന്നെ അത് എന്ത് മൂലമാണ് അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടർ മൂലമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. കാരണം എല്ലാ ഡാറ്റയും ട്രാവൽ ചെയ്യുന്നത് ഒരു സിംഗിൾ കേബിളിലൂടെ ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓൺലി 1 നോഡ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് എ ടൈം അല്ലേ. ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ മാത്രമേ അറ്റ് എ ടൈം നടക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ഡാറ്റ
ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് പോകുമ്പോൾ വേറൊരു ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഓരോ ഡാറ്റ ട്രാൻസ്മിഷനും ഓരോ സമയങ്ങളിൽ അറ്റ് എ ടൈം ഒരെണ്ണം മാത്രമായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഇതാണ് ബസ് ടോപ്പോളജി. ഇനി സ്റ്റാർ ടോപ്പോളജി എന്താണെന്ന് നോക്കാം. സ്റ്റാർ ടോപ്പോളജിയുടെ ഡയഗ്രം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഹബ് അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ട് നടുക്ക്, അതിലേക്ക് ഓരോ കമ്പ്യൂട്ടേഴ്സും ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇവിടെ ഒരു ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്കാണ് ഓരോ നോഡുകളും എന്ത് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നോഡിന് മറ്റൊരു നോഡിലേക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് വഴിയായിരിക്കും പോവുക? ആദ്യം ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് വന്നിട്ടായിരിക്കും പോകുന്നത് അല്ലേ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കമ്പ്യൂട്ടറിന് റൈറ്റ് സൈഡിലേക്കുള്ള അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് വന്നിട്ട് എവിടെയാണോ ഡെസ്റ്റിനേഷൻ അവിടേക്ക് അത് പോകുന്നു. പിന്നെ പറയുന്നത് ഇപ്പോൾ ഹബ്ബോ അല്ലെങ്കിൽ സ്വിച്ചോ നമുക്ക് യൂസ് ചെയ്യാം. ഹബ്ബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു നോഡ് ഒരു ഡാറ്റ അയക്കുമ്പോൾ അതെല്ലാ കമ്പ്യൂട്ടറിലേക്കും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു അല്ലേ, അയക്കുന്നു. ഇപ്പോൾ സ്വിച്ചാണ് യൂസ് ചെയ്യണമെങ്കിലോ സ്വിച്ച് ഡെസ്റ്റിനേഷൻ ഏതാണോ നോഡ് അതിലേക്ക് മാത്രമേ കറക്റ്റ് അയക്കുന്നുള്ളൂ. നമ്മൾ ഹബ്ബും സ്വിച്ചും ഡിഫറൻസ് എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഹബ്ബാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറിലേക്കും അത് പോകും. ഏതാണോ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അത് മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. സ്വിച്ച് ആണെങ്കിൽ ഏതാണോ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഉള്ള കമ്പ്യൂട്ടർ അവിടേക്ക് മാത്രമേ അത് അയക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് നമ്മൾ എല്ലാ നോഡുകളും ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡാറ്റകളും ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് വഴിയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. പിന്നെ ഹബ്ബോ സ്വിച്ചോ ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ നടക്കുക. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിലോ മോർ എഫിഷ്യൻറ്റ് കമ്പയർഡ് ടു എ ബസ് ടോപ്പോളജി അല്ലേ. ബസ് ടോപ്പോളജിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബസ് ടോപ്പോളജിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. പറയാനായിട്ട് എന്താ കാരണം? അവിടെ അറ്റ് എ ടൈം ഒരു സിംഗിൾ ഡാറ്റ ട്രാൻസ്മിഷൻ ആയിരിക്കും നടക്കുന്നത്. പിന്നെ കുറച്ച് പോരായ്മകളൊക്കെ നമ്മൾ ബസ് ടോപ്പോളജിയിൽ പറഞ്ഞല്ലേ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഓരോ നോഡുകളും ഡയറക്റ്റ്ലി ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ ബസ് ടോപ്പോളജിനേക്കാളും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നടക്കും. പിന്നെ ഈസി ടു ഇൻസ്റ്റാൾ, പിന്നെ ഈസി ടു ഡയഗ്നോസ് ഫോൾട്ട്സ്. അതായത് എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഈസി ടു എക്സ്പാൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക്കേഷൻ ഓഫ് സെൻട്രൽ ഹബ് ഓർ സ്വിച്ച്. നമ്മളുടെ സെൻട്രൽ ഹബ് ഓർ സ്വിച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതായത് എത്ര നോഡുകൾ വേണമെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഫെയിലിയർ ഓഫ് ഹബ് ഓർ സ്വിച്ച് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് എൻ്റെ നെറ്റ്വർക്ക്. എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അവിടെ ഒന്നും നടക്കില്ല അല്ലേ, അവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഹബിനോ സ്വിച്ചിനോ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം നമ്മുടെ ആ നെറ്റ്വർക്കിനെ ഫുൾ അത് എൻറ്റയർലി ബാധിക്കും. പിന്നെ റിക്വയർസ് മോർ കേബിൾ ലെങ്ത് കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കേബിൾ ലെങ്ത് കൂടുതൽ സ്റ്റാർ ടോപ്പോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്റ്റാർ ടോപ്പോളജിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് റിംഗ് ടോപ്പോളജി. റിംഗ് ടോപ്പോളജി എന്താണെന്ന് ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ഒരു കേബിളിൽ ആ ഒരു കേബിളിലേക്ക് ഒരു സർക്കുലർ ഡയറക്ഷനിൽ അല്ലേ നമ്മൾ ഓരോ കമ്പ്യൂട്ടേഴ്സും അതിൽ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? എല്ലാ നോഡുകളും ഒരു കേബിളിലേക്ക് ഒരു ലൂപ്പ് രീതിയിൽ ഒരു റിംഗ് രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് സ്റ്റാർട്ടോ എൻഡോ പൊസിഷൻസ് ഇല്ല അല്ലേ. ഇതിന് സ്റ്റാർട്ടിങ്ങോ എൻഡിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. സ്റ്റാർട്ട് പോയിൻറ്റും ഇല്ല, എൻഡ് പോയിൻറ്റും ഇല്ല. അതുപോലെ തന്നെ ടെർമിനേറ്റേഴ്സൊന്നും ഇവിടെ റിംഗ് ടോപ്പോളജിയിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല അല്ലേ. നമുക്ക് ഇവിടെ ടെർമിനേറ്റർ എൻഡ് പറയാൻ വേണ്ടിയിട്ടാണ്, അതൊന്നും നമുക്ക് ഇവിടെ വേണ്ട. പിന്നെ ഡാറ്റ എപ്പോഴും ഒരു ഡയറക്ഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഒരു സിംഗിൾ ഡയറക്ഷനിലായിരിക്കും അത് ട്രാവൽ ചെയ്ത് പോകുന്നത്. പിന്നെ ഒരു കമ്പ്യൂട്ടറിന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ അത് ഓരോ കമ്പ്യൂട്ടേഴ്സും കൈമാറി ആയിരിക്കും പോകുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലുള്ളൊരു കമ്പ്യൂട്ടറിന് ലെഫ്റ്റ് സൈഡിലേക്കുള്ളൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ അത് തൊട്ടടുത്ത ഓരോ കമ്പ്യൂട്ടേഴ്സിലേക്കും അത് പാസ് ചെയ്തിട്ടായിരിക്കും അത് കൊടുക്കേണ്ട ആ ഒരു നോഡിലേക്ക് ആ ഒരു ഡാറ്റ സിഗ്നൽ ചെന്നെത്തുന്നത്. ഇനി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ഈസ് റിക്വയർഡ് ആസ് ഈച്ച് നോഡ് ആംപ്ലിഫൈസ് ദ സിഗ്നൽ. അതായത് ഇവിടെ ആംപ്ലിഫിക്കേഷൻ നടക്കുന്നില്ല. അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു 2-3 കമ്പ്യൂട്ടർ അപ്പുറത്തേക്ക് ഒരു ഡാറ്റ അയക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിലേക്ക് അത് സെൻഡ് ചെയ്ത് പോലെ. അപ്പോൾ നമ്മുടെ ഡാറ്റയ്ക്ക് അവിടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കുറവൊക്കെ വരാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ റിംഗ് ടോപ്പോളജിയിൽ ഓരോ കമ്പ്യൂട്ടേഴ്സും ഓരോ സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് നമുക്കൊരു ആംപ്ലിഫയറിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഓരോ കമ്പ്യൂട്ടേഴ്സും ആ വരുന്ന സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്ത് വിടുന്നുണ്ട്. അതാണ് ഫസ്റ്റത്തെ പറയുന്നത്. പിന്നെ പറയുന്നത് റിക്വയർസ് ലെസ് കേബിൾ ലെങ്ത് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. നമുക്ക് കേബിൾ ലെങ്ത് ഒന്നും അധികം വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ പറയുന്നത് ഇഫ് വൺ നോഡ് ഫെയിൽസ് ദ എൻറ്റയർ നെറ്റ്വർക്ക് വിൽ ഫെയിൽ. അല്ലേ, ഒരു നോഡ് ഇവിടെ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റയർ നെറ്റ്വർക്ക് അവിടെ ഫെയിലായി പോകും. കാരണം എന്താ, ഒരു ഡാറ്റ പോകണമെന്നുണ്ടെങ്കിൽ ഓരോ കമ്പ്യൂട്ടർ വെച്ചിട്ട് വേണം അത് പോകാൻ. അതുകൊണ്ട് ഒരു നോഡ് പോയാൽ അവിടെ കണക്ഷൻ അവിടെ ലോസായി പോകും. പിന്നെ പറയുന്നത് അഡീഷൻ ഓഫ് നോഡ്സ് ടു ദി നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൾട്ട്. ഇപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൽ 5 നോഡുകളുണ്ട്. ഇതിലേക്ക് 6ാമതൊരു നോഡ് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് റിംഗ് ടോപ്പോളജി. നെക്സ്റ്റ് പറയാനുള്ളതാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജീൻ്റെ ഡയഗ്രം നോക്കുക. ഇവിടെ 5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ 5 കമ്പ്യൂട്ടേഴ്സും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അതായത് ഒരു കമ്പ്യൂട്ടറിന് അതിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും കണക്ഷൻ ഉണ്ട്. അല്ലേ, ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയേ, അതിന് എല്ലാ കമ്പ്യൂട്ടറിലേക്കും ഓരോ കണക്ഷൻസ് ഉണ്ട്. അതുപോലെ എല്ലാ നോഡുകൾക്കും എല്ലാ കമ്പ്യൂട്ടറായിട്ടും കണക്ഷൻസ് ഉണ്ട്. ഇതാണ് മെഷ് ടോപ്പോളജി. പിന്നെ മെഷ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ മെഷ് ടോപ്പോളജി എവറി നോഡ് ഈസ് കണക്റ്റഡ് ടു അതർ നോഡ്. ഓരോ നോഡുകളും എല്ലാ നോഡുകളുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും മെഷ് ടോപ്പോളജിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് വേറൊരു നോഡിലേക്ക് ഒരു ഡാറ്റ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് പല വഴികളും എടുക്കാം. അല്ലേ, ഒരു സിംഗിൾ പാത്ത് മാത്രമല്ല, ഒരുപാട് പാത്ത് അവിടെ ഉണ്ട്. 1 or more പാത്തുകൾ, അല്ലേ, മോർ ദാൻ 1 പാത്ത് അവിടെ ഉണ്ട്. പിന്നെ പറയുന്നത് ഇപ്പോൾ ഒരു ഡാറ്റ അയക്കണ സമയത്ത് ഒരു പാത്ത് അവിടെ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വേറെ പാത്തിലൂടെ ആ ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് മെഷ് ടോപ്പോളജിയിൽ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. നെറ്റ്വർക്ക് വിൽ നോട്ട് ഫെയിൽ ഈവൻ ഇഫ് 1 പാത്ത് ബിറ്റ്വീൻ ദ നോഡ് ഫെയിൽസ്. അല്ലേ, അതായത് ഒരു 2 നോഡുകൾ തമ്മിൽ ഡാറ്റ അയക്കുമ്പോൾ അവിടെ ഒരു പാത്ത് ഫെയിലിയർ ആണെങ്കിൽ പോലും നമുക്ക് ആ നെറ്റ്വർക്കിനെ അത് ബാധിക്കുന്നില്ല. അവിടെ വേറൊരു പാത്ത് ഉണ്ടായിരിക്കും. അല്ലേ, പിന്നെ പറയുന്നത് എക്സ്പെൻസീവ് ബിക്കോസ് ഓഫ് ദി എക്സ്ട്രാ കേബിൾസ് നീഡഡ്. നമുക്ക് കൂടുതൽ കേബിൾ വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ എക്സ്പെൻസീവാണ്. പിന്നെ വെരി കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനേജ്. നമുക്ക് കുറച്ച് കോംപ്ലക്സിറ്റി കൂടുതലാണ് മെഷ് ടോപ്പോളജിയിൽ. അപ്പോൾ ഇത്രയാണ് ടോപ്പോളജി. സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷേ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്എ ക്വസ്റ്റ്യനായിട്ടും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ നമുക്ക് വരുന്നതാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഇപ്പം ഓരോ ഡിസ്റ്റൻസ് വൈസ് നമ്മളുടെ നെറ്റ്വർക്കിനെ പല രീതിയിലായിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത്. അല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഓരോ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ നെറ്റ്വർക്കിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. രണ്ടാമത്തെ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മൂന്നാമത്തെ മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. 4ാമത്തെ വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ 4 നെറ്റ്വർക്ക്സ് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ്? പാൻ, ലാൻ, മാൻ, വാൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? കുറച്ച് ഡിവൈസുകൾ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അല്ലേ, ഒരു ലാപ്ടോപ്പ്, 2 ലാപ്ടോപ്പുകൾ അല്ലെങ്കിൽ 2 മൊബൈൽ ഫോൺസ്, അല്ലേ, ഒരു ലാപ്ടോപ്പും പ്രിൻ്ററും, അല്ലേ, ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള അധികം ഡിസ്റ്റൻസ് ഒന്നും വരാത്ത ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇവിടെ പറയുന്നുണ്ട് പാൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ഇൻ ദി പ്രോക്സിമിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ. അല്ലേ, ഇറ്റ് ക്യാൻ കവർ എൻ ഏരിയ ഓഫ് റേഡിയസ് വിത്ത് ഫ്യൂ മീറ്റേഴ്സ്. കുറച്ച് മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ഓരോ പേഴ്സൺസ് അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് പാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫോണിൽ നിന്ന് ഒരു PC-യിലേക്ക് ഒരു മ്യൂസിക് ഫയൽ അയക്കണം, അല്ലെങ്കിൽ ഒരു PC-യിൽ നിന്ന് MP3 പ്ലെയറിലേക്ക് ഒരു ഡാറ്റ അയക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പാൻ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് വരാറ്. ഇനി നെക്സ്റ്റ് നോക്കാം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ എന്താണ്. അപ്പോൾ എന്തായിരിക്കും? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് കവർ ചെയ്യുന്ന അത്രയും ഫ്യൂ മീറ്റേഴ്സിനേക്കാളും കുറച്ചുകൂടിയും ഡിസ്റ്റൻസ് കൂടുതലായിട്ട്, അല്ലേ, നമുക്ക് നെറ്റ്വർക്കിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ലാൻ യൂസ് ചെയ്യുമ്പോൾ. ഇവിടെ പറയുന്നുണ്ട് ലാൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ഇൻ എ റൂം, ബിൽഡിംഗ് ഓർ
ക്യാമ്പസ് അല്ലേ. ഒരു റൂമോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഒരു ക്യാമ്പസിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിനെയാണ് ലാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാൻ നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ഡിവൈസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇറ്റ് ക്യാൻ കവർ എൻ ഏരിയ ഓഫ് റേഡിയസ് വിത്ത് എ ഫ്യൂ മീറ്റേഴ്സ് ടു എ ഫ്യൂ കിലോമീറ്റേഴ്സ്. കുറച്ച് മീറ്റേഴ്സ് മുതൽ തന്നെ കുറച്ച് കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ലാൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്രയും ഏരിയ അതിനെ കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്ങോ ഒരു ഓഫീസ് ബിൽഡിങ്ങോ സ്കൂളിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ലാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഡയഗ്രം തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഓഫീസ്, ലൈബ്രറി, സെർവർ, ക്ലാസ് റൂം, കമ്പ്യൂട്ടർ ലാബ്, ജനറൽ ക്ലാസ് റൂം അല്ലേ. ഇതൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മുഴുവനായിട്ടും നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഏരിയ കവർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു നെറ്റ്വർക്കിനെയാണ് ലാൻ നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇനി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്താണെന്ന് നോക്കാം. മാൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് വിത്തിൻ എ സിറ്റി അല്ലേ. ലാൻഡിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഏരിയ കവർ ചെയ്യാനായിട്ട് മാനിന് പറ്റുന്നുണ്ട്. അതായത് ഒരു സിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു നെറ്റ്വർക്ക്, ഒരു സിറ്റി മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്ക്, അതിനെയാണ് മാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെന്താണ്, കുറച്ച് കിലോമീറ്റേഴ്സ് മുതൽ, അതായത് ഫ്യൂ കിലോമീറ്റേഴ്സ് മുതൽ ഫ്യൂ 100 കിലോമീറ്റേഴ്സ് റേഡിയസ് വരെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് മാൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലാൻഡ്സ് കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് മാൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തു വരുന്നത്. അതാണ് മാൻ നെറ്റ്വർക്ക്. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എങ്ങനെയായിരിക്കും? മാൻ എന്ന് പറയുന്നത് ഒരു സിറ്റി മുഴുവൻ കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ വാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു കോണ്ടിനെൻറ്റ് അല്ലേ, അത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് വാൻ നെറ്റ്വർക്കിന് പറ്റുന്നുണ്ട്. വാൻ ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് ക്രോസിംഗ് ദ ലിമിറ്റ്സ് ഓഫ് എ സിറ്റി, കൺട്രി ഓർ കോണ്ടിനെൻറ്റ് അല്ലേ. വേൾഡ് വൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്കിനെയാണ് വാൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്താണ്, ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് അല്ലേ, അതായത് മോർ ദാൻ ഓവർ ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് റേഡിയസിൽ നമുക്ക് അത്രയും ഏരിയ കവർ ചെയ്തുകൊണ്ട് വാൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാൻ നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് എന്താ, ഇൻ്റർനെറ്റ് എന്താണ്, വേൾഡ് വൈഡ് അത്രയും ഏരിയ കവർ ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണ്, വാൻ നെറ്റ്വർക്കാണ്. ഇവിടെ പറയുന്നുണ്ട് ഇൻ്റർനെറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലാർജസ്റ്റ് വാൻ ഇൻ ദ വേൾഡ് അല്ലേ. ലാർജസ്റ്റ് വാൻ എന്നാണ് നമ്മൾ ഇൻ്റർനെറ്റിനെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് വരുന്നത്, ലാൻ, വാൻ, മാൻ, പാൻ. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിക്കുക. ഫസ്റ്റത്തെയാണ് പാൻ, പിന്നെ വരുന്നത് ലാൻ, പിന്നെ മാൻ, പിന്നെ വാൻ. അപ്പോൾ അത്രയും ഏരിയ കവർ ചെയ്തിട്ട് നമുക്കതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റും, എളുപ്പമാണ്. ഇനി ഇവിടെ താഴെ ഒരു ബോക്സിൽ ഈ പാനും ലാനും മാനും വാനും തമ്മിലുള്ള ഓരോ ഫീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ പറയുന്നുണ്ട് ഏരിയ കവേർഡ്. അതിൽ പാൻ എന്താണ്, സ്മോൾ ഏരിയ. ലാൻ എന്ന് വെച്ചാൽ എന്താണ്, ഫ്യൂ മീറ്റേഴ്സ് ടു ഫ്യൂ കിലോമീറ്റേഴ്സ്. മാൻ എന്ന് പറയുന്നത് എന്താണ്, എ സിറ്റി ആൻഡ് ഇറ്റ്സ് വിസിനിറ്റി. പിന്നെ പറയുന്നത് വാൻ, എൻറ്റയർ കൺട്രി, കോണ്ടിനെൻറ്റ് ഓർ ഗ്ലോബ് അല്ലേ, ഏരിയ കവർ ചെയ്തുകൊണ്ടുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ സ്പീഡ് പറയുന്നുണ്ട്. പാനിന് ഹൈ സ്പീഡാണ്, ലാനിന് ഹൈ സ്പീഡാണ്, മാനിന് മോഡറേറ്റ് സ്പീഡാണ്, വാനിന് ലോ സ്പീഡാണ്. പിന്നെ നെറ്റ്വർക്കിംഗ് കോസ്റ്റ് പറയുന്നുണ്ട്. പാൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ അല്ലേ, അത്രയും വലിയ കോസ്റ്റ് വരുന്നില്ല. ലാൻ എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് അല്ലേ, അത്രയും എക്സ്പെൻസീവ് അല്ല. മാൻ എന്ന് പറയുന്നത് മോഡറേറ്റീവ്ലി എക്സ്പെൻസീവ്, കുറച്ച് എക്സ്പെൻസീവാണ്. വാൻ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ ഡിഫറൻസും പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം.